കൂട്ടുകാരായിട്ട് ഇങ്ങനെ മരച്ചോട്ടിലിരുന്ന് വായ നോക്കി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ട് തൃശ്ശൂർ റൗണ്ടിൽ വന്നിട്ടുണ്ട്. ബിനി ഹെറിറ്റേജിന്റെ അടുത്ത് തന്നെ ഫുഡ് കോർട്ട് തുടങ്ങിയിട്ടുണ്ട് അവര്. ഗംഭീരമായ ഒരു ഫുഡ് കോർട്ടാണ്. ഇവിടെ ഫുഡ് കോർട്ടിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടും. നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കോർട്ട് നല്ല പ്രീമിയം ലുക്കിലാണ്, നല്ല ആംബിയൻസ്. കൂട്ടുകാരായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഇത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഇവിടെ പാർക്കിംഗും ഉണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലകാല ബോധമൊക്കെ മറന്ന് നമ്മൾ കുറച്ചു നേരത്തേക്ക് ഇതുപോലെ നടക്കും. ഇവിടെ ചെയ്തു വെച്ചുള്ള അങ്ങനത്തെ കാര്യങ്ങളാ. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഈ കാണുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഗംഭീരായിട്ടുണ്ട്, തകർത്തുണ്ട്. ഒരു സിനിമ സെറ്റിനെ വെല്ലുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാടിന്റെ ഉള്ളിൽ ഗുഹൊക്കെ ആയിട്ട് ഗംഭീരം. ഇത് നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോ എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നേരിട്ട് കാണണം. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം. കൂട്ടുകാരും ഫാമിലിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അത് ഇതുപോലെ ഒരു ഏരിയയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷമായിരിക്കും. സംഭവം ഗംഭീരമായ ഒരു ഫുഡ് കോർട്ടാണ്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ആ നേരം കൊണ്ട് നമുക്കൊന്ന് കറങ്ങി കാണാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് വാഷിംഗ് ഏരിയയിലേക്ക് എത്താൻ. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുട്ടികളൊക്കെ കൊണ്ടുവരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗുഹൊക്കെ നേരിട്ട് കാണിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് അത്. ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് സംഭവം. ബാത്റൂം ആയാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഗുഹയുടെ ഉള്ളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ട ഈ കാണുന്നതിന് ശരിക്കും ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫീൽ തന്നെ ഉണ്ടാ. സംഭവം രസമായിട്ടുണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10-15 മിനിറ്റ് ഇതിന് തന്നെ വേണ്ടി വരും ഇവിടെ ഇങ്ങനെ കണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ ഒരു മരം ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. ഇത് നല്ല ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്റ്റേജ് പോലെയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡൈനിങ് ഏരിയ നല്ല രസമായിട്ട് കാണാം. സംഭവം മൊത്തത്തിൽ കിടുക്കിയിട്ടുണ്ട്. കൂട്ടുകാരപ്പൊ തൃശ്ശൂർ റൗണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാതെ പോരുത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ കാണാനുണ്ട്. അതുപോലെ ഇവർക്ക് ഈ ഡൈനിങ് മാത്രമല്ല, മുകളിലായിട്ട് ഒരു ഡൈനിങ് കൂടി ഉണ്ട്. അതും ഗംഭീരമായിട്ടുണ്ട്. രാത്രിയൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ വേറൊരു ഫീലാട്ടാ. സംഭവം കിടുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വടക്കേ ബസ് സ്റ്റാൻഡ് കാണാം. വടക്കേ ബസ് സ്റ്റാൻഡിലേക്ക് പോണ റോഡിനാണ് കാണുന്നത്. സംഭവം ഗംഭീരമായിട്ട്. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ബിരിയാണി റൈസും തന്തൂരി ചിക്കൻ ടിക്കയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി റൈസ് കഴിച്ചതിൽ ഗംഭീര എരിവായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര എരിവായതുകൊണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് താല്പര്യപ്പെടാം, എന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ചിക്കൻ ടിക്കയും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്റെ അഭിപ്രായം മാത്രമാണ്. കൂട്ടുകാർ കഴിച്ചു നോക്കുമ്പോൾ ഇഷ്ടപ്പെടാം. ബഹുജനം പലവിധാണല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാം. നെഗറ്റീവ് അടിക്കുന്നതല്ല. നമ്മൾ ഈ ഫുഡ് മേടിച്ചത് ചാർമിനാറിൽ നിന്നാണ്. ഇവിടെ കുറെ ഫുഡ് സ്പോട്ടുകൾ ഉണ്ട്. അപ്പൊ കൂട്ടുകാർ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം. കാണാനുണ്ട് ഇവിടെ. ഫുഡ് കഴിച്ചില്ലെങ്കിലും സംഭവം കണ്ട് രസിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കൂട്ടുകാരായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ ആരും മിസ് ചെയ്യരുത്. കൂട്ടുകാർ ഇവിടെ വരാ, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ മറക്കണ്ട, ബിനി ഹെറിറ്റേജ്. നമുക്കപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.